സുരഭി, ഇന്ന് കേരളം ഒരർത്ഥത്തിൽ നാണം കെട്ട ദിവസമാണെന്നാണ് നമ്മൾ പറയുക. കാരണം നമ്മൾക്ക് തന്നെ പലപ്പോഴും ഈ ചാറ്റുകൾ എടുത്ത് പ്രദർശിപ്പിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. അത് രണ്ട് വ്യക്തികളുടെ സ്വകാര്യ സംഭാഷണമാണ് എന്നറിയുമ്പോഴും അധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരാൾ ഇതേപോലൊരു വേട്ടക്കാരൻ്റെ സ്വഭാവത്തോടു കൂടി ഇത് ചെയ്തുവെന്നും പല കൺസെൻറ്റുകളും മാനിപ്പുലേറ്റഡ് ആയിരുന്നുവെന്നും അവർ തന്നെ പറയുന്ന സാഹചര്യത്തിലാണ് നമുക്കിത് പുറത്തുവിടേണ്ടി വന്നത്. ഔദ്യോഗിക പരാതി ഇല്ലെങ്കിൽ പോലും പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ, ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളടക്കം ഗൗരവമേറിയ വിഷയങ്ങളാണ്. ഇതിപ്പോൾ ഒരു രാജിയിൽ, യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തുള്ള രാജിയിൽ ഈ വിഷയം ഒതുങ്ങുമോ? ഇന്നലെ വന്ന ഊഹത്തിൽ മാത്രമുള്ള ഒരു പെൺകുട്ടിയുടെ ബൈറ്റോ, ഇന്ന് വന്ന ടെലിഫോൺ സംഭാഷണമോ, അത് കഴിഞ്ഞ് വന്ന ചാറ്റോ അല്ല എന്നെ ഞെട്ടിക്കുന്നത്. ഇന്ന് നമ്മുടെ ചർച്ചയിൽ ഒരു പെൺകുട്ടി വന്നിരുന്ന് പറഞ്ഞ വാചകം അത് സത്യമാണെങ്കിൽ ശരിക്കും കേരളം ഞെട്ടണം. ലജ്ജിക്കുക എന്നൊക്കെ ഉള്ള വാക്ക് പിന്നെയാണ്. എനിക്ക് നിന്നെ ബലാത്സംഗം ചെയ്യുന്നത് പോലെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് ഞാൻ അവിശ്വസിക്കുന്നില്ല. ഒരാൾ അങ്ങനെ പറയുന്നെങ്കിൽ എന്തൊരു മാനസികാവസ്ഥയായിരിക്കും എന്നുള്ളത് ഓർത്ത് നമ്മൾ ഞെട്ടണം. ഒരു ജനപ്രതിനിധിയെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. നാളെ മന്ത്രിയൊക്കെ ആകേണ്ട ആളാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഈ വിഷയം ഇവിടെ തീരാൻ പോവുകയാണെന്നുള്ളതാണ്. കാരണം കേരളത്തിൽ ഇതിലൊരു കൺസെൻസസ് ഉണ്ട്. ഇന്നേ വരെ കേരളത്തിൽ ഒരു MLA യും ഈ വിഷയത്തിൽ രാജിവെച്ചിട്ടില്ല. നമ്മുടെ മുമ്പിൽ എത്ര സംഭവങ്ങളുണ്ട്. 1964 PT ചാക്കോയിലാണ് രാജി തുടങ്ങുന്നത്. പീച്ചി യാത്രയിൽ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അന്നത് വലിയ വിഷയമാണ്. ഇന്ന് ചിലപ്പോൾ അത്രയും വലിയ വിഷയമാവില്ലായിരിക്കാം. ആ സ്ത്രീ ഉണ്ടെന്ന പേരിൽ അദ്ദേഹം രാജിവെക്കുന്നു. മന്ത്രിസ്ഥാനമുണ്ട് രാജിവെക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി ഐസ്ക്രീം പാർലർ കേസ്, അദ്ദേഹം രാജിവെച്ചു. മന്ത്രിസ്ഥാനം, MLA സ്ഥാനമല്ല. അത് കഴിഞ്ഞ് നീർലോഹിദാസ് നാടാർ കൂടെ ജോലി ചെയ്യുന്ന, കൂടെ ഉണ്ടായിരുന്ന IAS ഉദ്യോഗസ്ഥയോട് മോശമായി പെരുമാറിയതിന് അപ്പോഴും പോയത് മന്ത്രിസ്ഥാനം. പിന്നെ PJ ജോസഫ്, KP ഗണേഷ് കുമാർ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ പേരിലാണ്. അത് കഴിഞ്ഞ് AK ശശീന്ദ്രൻ, ഫോൺ സംഭാഷണം വിവാദമായത്. ഇതെല്ലാം നടക്കുമ്പോൾ ഇതെല്ലാം മന്ത്രിസ്ഥാനമാണ് രാജിവെക്കുന്നത്. അത് കഴിഞ്ഞ് MLA മാർക്ക് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാവുന്ന 3 പേരുകളുണ്ട്. എൽദോസ് കുന്നപ്പള്ളി, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് M വിൻസെൻ്റ്, അതുപോലെ തന്നെ കൊല്ലത്തു നിന്നുള്ള മുകേഷ്. ഈ 3 കേസുകളിലും ബലാത്സംഗമാണ് ആരോപണം. അപ്പോഴൊന്നും MLA സ്ഥാനം രാജിവെക്കണം എന്ന് ഒരു പേരിന് പറയുമെന്നല്ലാതെ ഗൗരവമായ ഒരു സാധനവും ഉണ്ടായിട്ടില്ല. എനിക്ക് ബലമായ സംശയമുണ്ട്, എന്താണ് ഒരു ആൾ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നത് കൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമോ? MLA സ്ഥാനം രാജിവെക്കണ്ട എന്നുള്ളതാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലുള്ള കൺസെൻസസ്. ഒരിക്കലും ഗൗരവമായി അങ്ങനെ ഒരു വിഷയം ഇവരാരും ഉന്നയിച്ചിട്ടില്ല. എന്താണെന്നറിയാമോ? മന്ത്രിസ്ഥാനമാണെങ്കിൽ എളുപ്പമാണ്, നഷ്ടമൊന്നുമില്ല. ഇത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ സുഖമായി കയറാം. MLA സ്ഥാനമാണെങ്കിൽ കുറച്ച് പാടാ. MLA സ്ഥാനമാണെങ്കിൽ ആരോപണം രാജിവെച്ചാൽ വീണ്ടും പോയി ഇലക്ഷൻ നടത്തണം, കയറണം. കേരളത്തിൽ അങ്ങനെ ഒരു കൺസെൻസസ് ഉണ്ടായിരിക്കെ എങ്ങനെയാണ് CPM-ന് ധൈര്യമായിട്ട് പറയുക രാജിവെക്കണമെന്ന്? കാരണം മുകേഷ് രാജിവെക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ മുകേഷ് രാജിവെക്കണമെന്ന് കോൺഗ്രസ് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ അപ്പോൾ തിരിച്ചു ചോദിക്കും, M വിൻസെൻറ്റിൻ്റെ കാര്യത്തിലും എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലും ഇല്ല രാജിവെക്കണ്ട എന്ന് കോൺഗ്രസ് നിലപാടെടുത്തില്ലേ? ചുരുക്കത്തിൽ തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള സ്ഥാനങ്ങളാണെങ്കിൽ, വളരെ ഗുരുതരമായ സ്ത്രീകൾക്കെതിരായ അതിക്രമ ആരോപണങ്ങളാണെങ്കിൽ പോലും അത് വേണ്ട എന്നുള്ളതാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലുള്ള കൺസെൻസസ്. ഈ കൺസെൻസസ് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി പദവി രാജിവെക്കുമ്പോൾ അതിൽ വലിയ കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അത് അവിടെ അവസാനിക്കുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇനി അടുത്ത വിഷയം, രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാൻ മന്ത്രിസ്ഥാനമില്ല, MLA സ്ഥാനമേ ഉള്ളൂ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി പദവിയാണ് രാജിവെച്ചത്. കേരളത്തിൽ ഇനിയിപ്പം നമുക്ക് അങ്ങനെ ഒരു ചർച്ച നോക്കാം. ഒരു ആരോപണം ഉണ്ടായാൽ നിങ്ങളുടെ പാർട്ടി പദവിയുണ്ട്, അപ്പോൾ പാർട്ടി പദവിയാണോ രാജിവെക്കേണ്ടത് അതോ ജനപ്രതിനിധിയാണോ പദവിയാണോ രാജിവെക്കേണ്ടത്? ഞാൻ വിചാരിക്കുന്നത് പാർട്ടി പദവി രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം പാർട്ടി താങ്ങിക്കോട്ടെ, നമ്മുടെ ഗതികേടല്ല. പക്ഷേ ഒരു ജനപ്രതിനിധി ഇങ്ങനെ ഒരു വലിയ കുറ്റം ചെയ്ത ആരോപണത്തിൽ നിൽക്കുമ്പോൾ അയാൾ ആ പദവിയാണ് രാജിവെക്കേണ്ടത്. പക്ഷേ ലാവ്ലിൻ കേസ് എടുത്ത് നോക്കുമ്പോൾ എന്താ CPM പറഞ്ഞത്? പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയാണ്. അപ്പോൾ പാർട്ടിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് പിണറായി വിശ്വാസമാണ്. പിണറായിക്ക് ഒരു സർക്കാർ പദവി ഉണ്ടായിരുന്നെങ്കിൽ പിണറായി രാജിവെക്കണമായിരുന്നു. ഇതാണ് CPM പറഞ്ഞ കൺസെൻസസ്. പക്ഷേ അതല്ലല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടി പിണറായി വിജയൻ CPM പറഞ്ഞതിനോടാണ് എനിക്ക് യോജിപ്പ്. ഒരു രാഷ്ട്രീയ പാർട്ടി നിങ്ങൾ ആരെ വേണം ചോദിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയുടെ യുവജന സംഘടനയുടെ പ്രസിഡൻ്റായിട്ടിരിക്കണം നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ ഗതികേടാണ്, നിങ്ങൾ ചുമന്നോളൂ. പക്ഷേ MLA സ്ഥാനം എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധിയെ ജനം താങ്ങേണ്ടതാണ്. ഇത്രയും ആരോപണങ്ങളുണ്ടെങ്കിൽ അയാൾ രാജിവെക്കണം. പക്ഷേ ഒന്നുകൂടി ആവർത്തിക്കട്ടെ, ഇവരാരും ഇങ്ങനെയൊന്നും ചെയ്തിട്ടുമില്ല. 2 ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട്, പാർട്ടിക്ക് അകത്തുള്ള കഥകളാകുമ്പോൾ 2 ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. PK ശശി MLA പാലക്കാട്, അദ്ദേഹത്തിനൊരു നടപടി ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ പാർട്ടി പദവിയിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്ത് നിർത്തി. നമ്മളെല്ലാം പത്രത്തിൽ വായിച്ചതാണ്. അതിനുശേഷം അടുത്ത തവണ അദ്ദേഹത്തിന് പദവി MLA സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കൊടുത്തില്ല. നമ്മൾ വിചാരിച്ചു തീർന്നെന്ന്. ഇന്ന് എവിടെയാ? KTDCയുടെ ചെയർമാനാണ്, CPM-ൻ്റെ നേതാവാണ്.
അഴിമതി ആരോപണമല്ല, ഒരു 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 സെക്ഷൽ ഹറാസ്മെൻറ്റ് പരാതിയായിരുന്നു എന്നാണ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതെങ്ങനെ അവസാനിക്കുന്നു? ഇനിയോ കണ്ണൂരിലെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി P. ശശി 2011 CPM-ൽ നിന്ന് പുറത്തായതാണ്. മാധ്യമ വാർത്തകൾ പാർട്ടി എങ്ങനെ കൃത്യമായി ഇതിനെ വ്യാഖ്യാനിച്ചു നമുക്കറിയില്ല. ആദ്യം പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പോകുന്നു, അതിനുശേഷം സമ്മേളനം വരുമ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നു. എന്താണ് പറഞ്ഞത്? അത് ഇതുപോലെയുള്ള പരാതികളുടെ പശ്ചാത്തലത്തിലാണെന്നാണ് അന്ന് എല്ലായിടത്തും വാർത്തകൾ വന്നത്. അതിനുശേഷം 2016 ഈ കേസിൽ P. ശശിക്കെതിരെയുള്ള കേസ് കോടതിയിൽ തീരുകയാണ്. P. ശശിയെ വെറുതെ വിടുകയാണ്. എന്തുകൊണ്ടാണ്? പാർട്ടി പരാതി കൊടുക്കുമ്പോൾ പാർട്ടിയിൽ പരാതി പറഞ്ഞയാൾ ഈ കേസിൽ സാക്ഷിയാകാണ്. പക്ഷേ പാർട്ടി ഈ വിഷയം സെറ്റിൽ ചെയ്തുകൊണ്ട് അവർ കോടതിയിൽ പോയില്ല. കേസ് അവിടെ അവസാനിച്ചു. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഓഫീസ് നയിക്കുന്നത് P. ശശിയാണ്. നോക്കണേ, ഇങ്ങനെയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നത് കൊണ്ട് ഇരട്ടത്താപ്പുകളും ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാരി സഹായിക്കാനുമുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ളത്. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞോ P. ശശി പദവിയിലൊന്നും ശരിയായില്ല എന്ന്? P. K. ശശി KTDCയുടെ ചെയർമാനായത് ശരിയായില്ല എന്ന്? പക്ഷേ CPM തന്നെ തെറ്റാണെന്ന് പറഞ്ഞ് നടപടിയെടുത്ത രണ്ടാളുകളാണ്. ഇനി ഇപ്പുറത്തേക്ക് വന്നാൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ എൽദോസ് കുന്നപ്പള്ളി ജയിലിൽ പോയി. അതുപോലെ തന്നെ M. വിൻസെൻ്റ് ജയിലിൽ പോയി. M. മുകേഷിനെതിരെ ഒരു സ്ത്രീ ഗൗരവമായ ആരോപണം ഉന്നയിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടി. വളരെ ഗുരുതരമായ ആരോപണമാണ്. പക്ഷേ അതൊന്നും വേണ്ട. ഈ പെണ്ണ് കേസ് അങ്ങനെ തന്നെ പറയണം. പെണ്ണ് കേസ് നമ്മൾ തൊടില്ല എന്നാണ് നിങ്ങൾ രാഷ്ട്രീയക്കാരോട് സ്വകാര്യമായി സംസാരിച്ചാൽ പറയുക. രാഷ്ട്രീയ പാർട്ടികളുടെ തന്നെ അലിഖിതമായ നിയമം, പെണ്ണ് കേസ് നമ്മൾ പിടിക്കാൻ പോകരുത്, അത് നാറും എന്നാണ്. ഇത് എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. രാഷ്ട്രീയ പാർട്ടി നേതാക്കളോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ ഇവരൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. ഇത്തരം വിഷയങ്ങളോട് ഇവർക്കൊക്കെ ഇത്രയേ നിലപാടുള്ളൂ, ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇന്നലെ ഒരു പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ ആരോപണം ഉന്നയിച്ചു തുടങ്ങുമ്പോൾ എന്താ പറഞ്ഞത്? സരിത 2. ഇത്രയേ ഉള്ളൂ. രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഒരു സ്ത്രീ ഒരു പരാതി പറഞ്ഞാൽ അവർക്ക് അത്രയേ ഉള്ളൂ. ആ പരാതി ഇന്ന് പറയും, നാളെ എല്ലാവരും മറക്കും, പിറ്റേ ദിവസം അവർക്ക് പുതിയ സ്ഥാനങ്ങൾ കിട്ടും. അതിൽ CPIM-ന് ഒരു കുഴപ്പവുമില്ല, കോൺഗ്രസിനും ഒരു കുഴപ്പവുമില്ല. അതുകൊണ്ട് ഒരു ആരോപണവും ഒരു ദിവസത്തിന് 2 ദിവസത്തിനപ്പുറം മുന്നോട്ട് പോകില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടരും. P. ശശി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഓഫീസിൻ്റെ തലവനായിരിക്കും. P. K. ശശി KTDCയുടെ ചെയർമാനായിരിക്കും. എൽദോസ് കുന്നപ്പള്ളി, അതുപോലെ തന്നെ മുകേഷ്, അതുപോലെ തന്നെ M. വിൻസെൻ്റ് MLA-മാരെ തുടരും. ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ആഗ്രഹവും താല്പര്യവും. അതനുസരിച്ച് നടക്കൂ. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള സീറ്റാണെങ്കിൽ ചിലപ്പോൾ ഒഴിഞ്ഞെന്ന് വരും, തിരിച്ചു വരാമല്ലോ. പക്ഷേ MLA പദവി നടക്കില്ല. Meet the editors.